हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। 41 42 അതേ ശ്ലോകങ്ങൾ തന്നെ. ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വരഃ കരണം കാരണം കർത്ത വികർത്താ ഗഹനോ ഗുഹാ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനദോ ധ്രുവഃ പരർദ്ധിഃ പരമഃ സ്പഷ്ട തുഷ്ടഃ പുഷ്ടഃ ശുഭേക്ഷണഃ. ഇന്നത്തെ നാമം 381. വികർത്ത, വിശേഷേണ കർത്ത. വിവിധമായും വിചിത്രമായും പ്രവർത്തിക്കുന്ന കർത്ത. കർത്ത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗംഭീരനാണ്. അപ്പം അങ്ങനെയുള്ള ഗംഭീരന്മാരിൽ വെച്ചിട്ട് വികർത്ത, വിവിധമായിട്ടും വിചിത്രമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന കർത്ത. ഒന്നുപോലെ മറ്റൊന്ന് അല്ലാത്ത പല രൂപങ്ങളിൽ വിശിഷ്ട സൃഷ്ടി നടത്തുന്നതിനാൽ വികർത്ത. ഈ സൃഷ്ടിയിലെ കലാവിരുത് ഒന്ന് ആലോചിച്ച് നോക്കൂ. സൃഷ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ മാത്രമല്ല, എല്ലാ സസ്യലതാദികൾ, പക്ഷിമൃഗാദികൾ, മിനറൽ വേൾഡ്, ഭൂമി, ആകാശം, എന്താ പറയുക, നദികൾ, പർവ്വതങ്ങൾ, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് സൃഷ്ടി എന്ന് വിചാരിച്ചോളൂ. ഭൂഗോളം മുഴുവൻ. അതിൽ ഉള്ളൊരു കലാവിരുത്, ഒരു ആർട്ടിസ്റ്റിക് അപ്രോച്ച് ഒന്ന് നോക്കൂ. അതിൽ ഏതെല്ലാം രൂപം, എന്തെല്ലാം ഭാവങ്ങൾ, ഓരോരോ സൃഷ്ടിക്ക്, ഓരോരോ കാറ്റഗറി ഓഫ് സൃഷ്ടികൾക്ക് വേറെ വേറെ ഭാവങ്ങൾ, വേറെ വേറെ രൂപങ്ങൾ, ഒരേ കാറ്റഗറിയിൽ പല രീതി. ഭൗതിക വസ്തുക്കൾ, സസ്യലതാദികൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യന്മാർ, ദേവന്മാർ, ദാനവന്മാർ, യക്ഷകിന്നരാദി വർഗങ്ങൾ, എന്തെല്ലാം ചേരുവകൾ, എന്തെല്ലാം പെർമ്യൂട്ടേഷൻസ്, എന്തെല്ലാം കോമ്പിനേഷൻസ്. ഒരേ വിഭാഗത്തിൽ തന്നെ ഏതെല്ലാം വ്യത്യാസങ്ങൾ, ഭാവമാറ്റങ്ങൾ കാണുന്നത്. ഈ സൃഷ്ടികളും സൃഷ്ടികളുടെ പ്രവർത്തന ശൈലിയും സാമ്യം നോക്കൂ. എന്താ സാമ്യമുള്ളത്? ഒന്നിനായിട്ട് വേറൊന്നിന് എന്ത് സാമ്യമുള്ളത്? എന്നാൽ സാമ്യം ഇല്ലേ? സാമ്യം ഉണ്ട്. ഇനി അവിടുത്തെ ചില പ്രവർത്തനങ്ങളൊക്കെ സാമ്യമായിട്ട് കാണാം നമുക്ക്. പക്ഷെ സാമ്യമാണോ? അല്ല. രൂപം സാമ്യമാണോ? പൊതുവേ നോക്കിയാൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് അപ്പുറത്തുള്ള മനുഷ്യൻ്റെ അവയവങ്ങൾ തന്നെ അപ്പുറത്തുള്ളൂ. 2 കണ്ണ്, 2 കാത്, ഒരു മൂക്ക്, 2 ഓട്ട, ഒരു വായ, കുറച്ച് പല്ല്, ചെവി, മൂക്ക്, ഇതൊക്കെ തന്നെയേ ഉള്ളൂ. 2 കയ്യ്, 2 കാല്, ഇതൊക്കെ കാണത്തക്ക അവയവങ്ങളൊക്കെ പുറത്തേക്കേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്.
എന്നാലോ ഒരാളുടെ കൈ പോലെയാണോ വേറൊരാളുടെ കൈ? ഒരാളുടെ കൈമേലത്തെ നഖം പോലെയാണോ വേറൊരാളുടെ കൈമേലത്തെ നഖം? ഒരാളുടെ കൈയിൻ്റെ തള്ളവരൽ പോലെയാണോ വേറൊരാളുടെ കൈയിൻ്റെ തള്ളവരൽ? എന്ത് ഭേദം, എന്ത് വൈദഗ്ധ്യം, എന്തൊരു വൈദഗ്ധ്യം ഉള്ളത്! എത്ര വിചിത്രമായിട്ടുള്ള സൃഷ്ടിയാണ് നോക്കും. എണ്ണക്കുറവോ ഏറ്റക്കുറവൊന്നുമില്ല. ഒരാൾക്കൊരു 3 കൈ, ഒരാൾക്കൊരു 4 കൈ, അങ്ങനെയൊക്കെ ഉണ്ടായിക്കൂടെ? ഒന്നുമില്ല. അതൊക്കെ സാമ്യ. മുഖത്ത് എല്ലാവരുടെയും ഫിറ്റിങ്സൊക്കെ ഒന്നല്ലേ? എക്സ്ട്രാ ഫിറ്റിങ്സ് വേറെ ആർക്കും, സാധാരണ ആർക്കും ഇല്ലല്ലോ. എല്ലാവർക്കും എല്ലാ ഫിറ്റിങ്സും ഉണ്ട്. പക്ഷേ എങ്കിൽ ആ മുഖത്തിൻ്റെ ഭാവം, ആ ഛായ ഒന്ന് നോക്കൂ. എവിടെ രണ്ടാളും ഒരേ ഛായയായിട്ടുള്ളത്? എന്തൊരു അത്ഭുതമായി സൃഷ്ടി! സമയമുള്ളപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കണം. വേറൊരു പണിയില്ലാത്ത സമയത്ത് ഇതൊക്കെ ഒന്ന് നോക്കി കാണുക. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണയല്ലേ, പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അധികം. അപ്പോൾ ഒരു പണിയില്ലാത്ത വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഇതൊന്ന് നോക്കുക. അല്ലാണ്ട് അത് മെയിൻ പണിയായിട്ട് മാറ്റൊന്നും വേണ്ട. എപ്പോഴെങ്കിലും ഒരു പാസ് ടൈം ഒന്ന് ശ്രദ്ധിക്കൂ, ലോകത്തിനെ ഒന്ന് ശ്രദ്ധിക്കൂ. 4 വട്ടം ഭഗവാന്റെ അത്ഭുതങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഭഗവാന്റെ വിഭൂതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കൂ. മനസ്സിന് തന്നെ ശാന്തി ഉണ്ടാവും. പീസ് ഓഫ് മൈൻഡ് തന്നെ ഓടി വരും നമ്മുടെ അടുത്തേക്ക്. വികാരരഹിതനായ ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടെന്നല്ല, കേവലം ക്രീഡാരസത്തിന് വേണ്ടി മാത്രം വെറുതെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. നോട്ട് ദാറ്റ് ഒരു ഗോള് അടിക്കാനോ, അല്ലെങ്കിൽ ഒരു കാര്യം നേടാനോ, ഒരു മെഡൽ കിട്ടാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കുടുംബകാര്യം ശരിയാക്കാനോ ഒന്നിനുമല്ല. യാതൊരു സ്വാർത്ഥ താല്പര്യവുമില്ല. വിത്തൗട്ട് ഈഗോ ആൻഡ് ഈഗോ സെൻട്രിക് ഡിസയേഴ്സ്, ജസ്റ്റ് എ പ്ലേ. ക്രീഡ, ലീല ഒക്കെയാണ്. എന്നാലോ തൻ്റെ സൃഷ്ടികളുടെ മേൽ ചൊരിയുന്ന വാത്സല്യം, കൃപ, വേണ്ടത്ര കോപം, ഇവയും ലീലയുടെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തികച്ചും വികർത്ത എന്ന് തന്നെ വേണം പറയാൻ. സാധാരണ കർത്തയല്ല, വികർത്ത, വിശേഷേണ കർത്ത. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക്. മനസ്സിനെയൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുക. ഇതെവിടെ നമുക്ക് പഠിപ്പിച്ചു തരില്ല. കുട്ടികളെന്ന് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കില്ല. കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കണം. നോക്കാം മോനെ, ആ അങ്കിളിൻ്റെയും ഈ അങ്കിളിൻ്റെയും മുഖം കണ്ടോ, വ്യത്യാസം കണ്ടോ? ആ അങ്കിളിന് 2 കണ്ണല്ലേ ഉള്ളൂ, ഈ അങ്കിളിന് 2 കണ്ണല്ലേ ഉള്ളൂ, എനിക്കും 2 കണ്ണല്ലേ ഉള്ളൂ. ഞങ്ങളുടെ 3ആളുടെയും ഛായ ഒന്ന് നോക്ക്, മോൻ്റെ ഛായ നോക്ക് കണ്ണാടിയിൽ, മോൻ്റെ ഫ്രണ്ടിൻ്റെ ഛായ ഒന്ന് നോക്ക്. ഇങ്ങനെയൊക്കെ ഓരോന്ന് പിള്ളേർ പറഞ്ഞിട്ട് ദ ഗ്രാൻഡിയർ ഓഫ് ദ ലോഡ് അവരുടെ മനസ്സിൽ കയറ്റി വെക്കണം നമ്മൾ. ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നു വിചാരിക്കണ്ട. നേതാക്കന്മാരും പഠിപ്പിക്കില്ല, രാഷ്ട്രീയ നേതാക്കന്മാരും ഇതൊന്നും പഠിപ്പിക്കില്ല. പിന്നെ നേതാക്കളെന്ന് പറഞ്ഞിട്ട് പിന്നെ ആരാ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്? അച്ഛനും അമ്മയല്ലാണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോബർ തിങ്കിങ്, പീസ് ഓഫ് മൈൻഡ്, മനസ്സിന് സമാധാനം തരുന്ന ചിന്തകൾ, അല്ലാണ്ട് അജിറ്റേഷനും വെട്ടും കുത്തും ഉന്തും തള്ളും എന്നല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ ഉന്തും തള്ളു, സിനിമ കൊട്ടായിൽ ഉന്തും തള്ളു, മാർക്കറ്റ് പ്ലേസിലെ തള്ളും മുന്തും, ഇതൊന്നല്ല നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവരുടെ മനസ്സിനെ ശാന്തമാക്കണം. ടേം ദെയർ മൈൻഡ്, ടേമിങ് ദ ഷൂ എന്നൊക്കെ പറയില്ലേ, ടേം ദെയർ മൈൻഡ്. അതിന് നമ്മൾ അവരുടെ മനസ്സ് ടേം ചെയ്യാൻ നമ്മളുടെ മനസ്സ് ആദ്യം ടേം ചെയ്യണം. അത് കുട്ടികളെ അറിയാതെ നമ്മളൊരു എഫേർട്ട് നടത്തണം. ആദ്യം ഇത് പഠിച്ചിട്ട് വേണം അവരുടെ മേത്ത് പ്രയോഗിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കണ ഉത്തരത്തിന് മറുപടി വരാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഭഗവാന്റെ വിഭൂതിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഭഗവാനോടുള്ള ഒരു അടുപ്പം വളരെ ചെയ്യണം. അടുപ്പം കൂടുകയാണ് ഉണ്ടാവുക. ഭക്തിയല്ല, ഭയമല്ല, സ്നേഹം കൂടുക ചെയ്യുക ഭഗവാനോട്, അല്ലേ? ഭയക്കാനൊന്നുമില്ല ഭഗവാനെ. ആരെ ഭയക്കാനാ? ഭഗവാൻ എന്തിനാ നമ്മൾ ഭയക്കണം? ഭയമല്ല, ബഹുമാനം,
പേടി കൊണ്ടുള്ള ബഹുമാനമല്ല, ഭക്തി കൊണ്ടും പ്രേമം കൊണ്ടുള്ള ബഹുമാനം, സ്നേഹം കൊണ്ടുള്ള ബഹുമാനം. അതാണ് നമ്മളോട് ഈശ്വരനോടുള്ള ഭാവം നമ്മൾ കാണിക്കേണ്ടത്. അത് കാണിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അന്യമായിട്ടുള്ള വസ്തുക്കളെ, സൃഷ്ടികളെ ഒന്ന് നോക്കി പഠിക്കാൻ പറയണം. സോഷ്യൽ സയൻസ് എന്നൊക്കെ പറയുന്നത് തന്നെയല്ലേ, സോഷ്യോളജി എന്നൊക്കെ പറയുന്നത് തന്നെയല്ലേ. അല്ലാണ്ട് അക്ബർ കുളം കുഴിച്ചതും ഷാജഹാൻ താജ്മഹൽ കൊണ്ടതൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഇല്ലേ, അതിൻ്റെ ഭാഗമില്ലേ ഇതൊക്കെ. അതൊക്കെയും കുറച്ച് പഠിപ്പിക്കണ്ട. അതൊക്കെ എവിടെ പഠിപ്പിക്കണം കുട്ടികളെ? ഇതെല്ലാം ക്രിയേഷൻസ്, ദ ഗുഡ് ഗോഡ് മെയ്ഡ് ദം ഓൾ. അപ്പോൾ അതുകൊണ്ട് വികർത്ത 382 ഗഹന. ഗഹന എന്നുള്ള നാമം നമ്മൾ കണ്ടിട്ടുണ്ടതിന് മുമ്പേ. ഏതായാലും സൃഷ്ടികൾക്ക് ഒന്നിനും തന്നെ അറിയാൻ കഴിയാത്തവൻ എന്നർത്ഥം. വളരെ ഗഹനമായിട്ടുള്ളവനാണ്, ഒരു കട്ടിക്കാരൻ എന്നർത്ഥം. തമിഴിലൊക്കെ നമ്മൾ പറയും അവൻ കട്ടിക്കാരനപ്പാ. വെച്ചാൽ ആൾ കുറച്ചൊരു ഹാർഡ് നട്ട് ടു ക്രാക്ക്. പെട്ടെന്ന് അങ്ങോട്ട് അടുപ്പം ചെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാന്റെ രൂപം നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാനോ, ഭഗവാന്റെ വൈദഗ്ധ്യം സ്വബുദ്ധി കൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പുള്ള ഉപകരണങ്ങളെ കൊണ്ട് മനസ്സിലാക്കാനോ, ഭഗവാന്റെ പ്രവർത്തികളുടെ ഉദ്ദേശം കണ്ടുപിടിക്കാനോ ആർക്കും സാധ്യമല്ല. ഇതിനൊന്നും നമ്മളുടെ ഉപാധികൾക്ക് കഴിവില്ല. നമ്മുടെ കയ്യിലുള്ള ടെലിസ്കോപ്പിനും മൈക്രോസ്കോപ്പിനും ഒന്നും ഇത് കഴിവില്ല. അതിനൊക്കെ ഒരു പരിധി വിട്ട് ഈ ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പും ഒന്നും വർക്ക് ചെയ്യില്ല. നമ്മുടെ ആ ദൂരം വിട്ട് പോവില്ല. ഭഗവാൻ അതിൻ്റെ അപ്പുറത്ത് എവിടേക്കോ കിടക്കണം, അങ്ങോട്ടൊന്നും ഇത് എത്തില്ല. നമ്മളുടെ കണ്ണ്, മൂക്ക, നാക്ക, തൊക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ ആകെ 5 ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ അടുത്തുള്ളൂ ടു ഗെയിൻ നോളജ്. അറിവ് സമ്പാദിക്കാനായിട്ട് ഈ 5 ഉപകരണങ്ങളെ നമ്മുടെ അടുത്തുള്ളൂ, വേറെ ആറാമതൊന്നുമില്ല. ഈ 5 വഴിയും കൂടെ വന്നിട്ട് വേണം മനസ്സിലേക്ക് എത്തിക്കാൻ. എന്നിട്ട് മനസ്സത് അനലൈസ് ചെയ്ത് ബുദ്ധിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കും. ഫയൽ ഫോർ അപ്രൂവൽ. അങ്ങോട്ടാണ് അപ്രൂവ് ചെയ്യണത്. കാരണം മനസ്സിന് ഡെസിഷൻ എടുക്കാനുള്ള കഴിവില്ല. അവനെപ്പോഴും വേവറിങ്ങാണ്. അതാണോ ഇതാണോ, ദിസ് ബെറ്റർ ദാറ്റ് ബെറ്റർ, ഇങ്ങനെ ഒരു ഡൗട്ടിങ് തോമസാണോ മനസ്സ് എപ്പോഴും. സംശയാത്മിക മന, ദൃഢാത്മാത്മിക ബുദ്ധിയാണ് ഡെസിഷൻ എടുക്കുക. ഇതൊക്കെ ഒരു സ്പ്ലിറ്റ് നേരം കൊണ്ട് നടക്കും. കണ്ണ് കാണുമ്പോഴേക്കും ആ സ്റ്റിമുലൈ എന്താണെന്നുള്ളത് മനസ്സിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. അത് എത്തുമ്പോഴേക്കും അത് പ്രോസസ്സ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ച് ഉടനെ ബുദ്ധിയുടെ മുമ്പിലേക്ക് എത്തും. ഇത് തീയാണ്, ഇത് വെള്ളമാണ്, ഇത് വായുവാണ്, ഇപ്പോൾ നമുക്ക് കിട്ടേണ്ടത് കാറ്റാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ബുദ്ധിക്ക് കൊടുത്താൽ ബുദ്ധി കൺഫേം, യെസ് അപ്രൂവ്ഡ്, കാറ്റാണ്, ഡീൽ അക്കോർഡിംഗ്ലി എന്ന് പറഞ്ഞാൽ കയ്യിനോ കാലിനോ. പിന്നെ ഇന്ദ്രിയങ്ങൾ, മറ്റേ 5 ഇന്ദ്രിയങ്ങൾക്ക് ഡയറക്ഷൻസ് കൊടുക്കും ത്രൂ ദ മൈൻഡ്. അപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ ജ്ഞാനം ഗ്രഹിക്കുന്നു. അത് ഗ്രഹിച്ച് മനസ്സിലേക്ക് കൂടെ പ്രോസസ്സ് ചെയ്ത് ബുദ്ധി ഒരു ഡെസിഷൻ എടുത്ത്, ആ ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സ് തീരുമാനിച്ച് അത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ, കയ്യകാല് എന്നുള്ള കർമ്മേന്ദ്രിയങ്ങളിലൂടെ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ആ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഡയറക്ഷൻ കൊടുക്കണു. ഇതാ കൊതു വന്നിരിക്കണു, കൈ കൊണ്ട് തട്ടിക്കോ, അല്ലെങ്കിൽ ആൾ തന്നെ കുത്താൻ വരുന്നു പിടിച്ചോ, അങ്ങനെയുള്ള ഡയറക്ഷൻസൊക്കെ കർമ്മേന്ദ്രിയങ്ങൾക്ക് കൊടുക്കും. ഇതൊക്കെ ഒറ്റ സ്പ്ലിറ്റ് സെക്കൻഡിൽ നടക്കും. അവിടെ ഒരു ഡിലേ ഇല്ല. അപ്പോൾ ഈ ട്രാൻസാക്ഷനൊക്കെ നമ്മുടെ കഴിവിൽ പെട്ടതുള്ളൂ. അതല്ലാണ്ട് ഇതിനപ്പുറത്ത് ഈ വികർത്താവിനെ കണ്ടുപിടിക്കാനുള്ള വഴിയൊന്നും നമ്മുടെ അടുത്തില്ല. ഇത് കണ്ണും മൂക്കും നാക്കും അങ്ങോട്ട് എത്തില്ല. മനസ്സിലായില്ലേ? കണ്ണങ്ങോട്ട് പോവില്ല, നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങോട്ട് ഇത് കണ്ണുപൊത്തിക്കളിയാണത്. നമ്മുടെ മുമ്പിലുണ്ട് ഭഗവാൻ, നമ്മുടെ തൊട്ടുണ്ട് ഭഗവാൻ, അത് കാണാൻ പറ്റില്ല. എന്താ കണ്ണുപൊത്തിക്കളി? കണ്ണുപൊത്തിട്ട് കുട്ടികൾ പറയില്ലേ എന്നെ പിടിക്കോ നീ ചോദിക്കില്ലേ? മുമ്പിലുണ്ട്, കാണില്ല. കാരണം അറിവ് സമ്പാദിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും
പുറം കാഴ്ച കാണാനേ ഉപയോഗപ്പെടും. ഇപ്പം കണ്ണുകൾക്ക് കാഴ്ചയും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കാനുള്ള അതിനുള്ള ശക്തിയും മനസ്സിൻ്റെ ബുദ്ധിശക്തിയും മനസ്സിൻ്റെ സങ്കല്പശക്തിയും എല്ലാം ഭഗവാൻ കൊടുക്കുന്നത് തന്നെയാണ്. അവിടെ ഇരുന്നിട്ട് അന്തര്യാമയായിട്ട് ഇരുന്ന് ഉള്ളിൽ നിന്ന് പ്രചോദനം കൊടുക്കുകയാണ്. കണ്ണിന് കാണാം, പുറംലോകം കാണാം. കണ്ണിന് കാഴ്ച കൊടുത്ത ആ ശക്തിയെ കണ്ണിന് എങ്ങനെ കാണാൻ പറ്റും? പുറംലോകത്തുള്ള എല്ലാ സാധനവും കാണാം, എല്ലാ സാധനവും കാണാം. അതിനുള്ള ശക്തി, അസാമാന്യ ശക്തിയാണ് കഴിവിന്. പുറത്തേക്ക് ചെവി, പുറത്തേക്കുള്ള ശബ്ദം കേൾക്കാം. മൂക്ക്, പുറത്തുനിന്ന് മണം പിടിക്കാം. രസം, പുറത്തുനിന്നുള്ള വസ്തുവിനെ ഘ്രാണിക്കാം. സ്കിൻ, പുറത്തുള്ള സാധനങ്ങളെ ടച്ച് ചെയ്യാം. നമ്മുടെ ഈ പുറം തൊലിക്ക് ഉള്ളിലെ ഹൃദയത്തിൻ്റെ മുകളിൽ നിന്ന് കൈ വെച്ചിട്ട് അതിനെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് അതിൻ്റെ? ഇല്ല, ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, ടച്ച് ചെയ്യാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, രസിക്കാൻ പറ്റില്ല. കാരണം എന്താ? പുറത്തേക്കാണ് പോകണം, പുറത്തേക്കാണ് വെച്ചിട്ട് ലൗഡ് സ്പീക്കർ പോലെ പുറത്തേക്കാണ് അതിൻ്റെ കഴിവ് മുഴുവൻ വെച്ചിരിക്കുന്നത്. അസാമാന്യ കഴിവാണ് ഇനി. എന്നാൽ ഈ പുറത്തേക്ക് കാണാനുള്ള കഴിവ് കൊടുക്കുന്നത് ആരാ? ഉള്ളിലിരുന്നിട്ട് ഞാനാണ്. ആ കഴിവ് കൊടുക്കുന്ന പവർ സപ്ലൈ ചെയ്യുന്ന ജനറേറ്റർ, എന്താ പറയുക, പവർ ഹൗസിനെ കാണാൻ പറ്റുന്നില്ല ഇലക്ട്രിസിറ്റിക്ക്. മറ്റുള്ള ബൾബുകളൊക്കെ വികസിപ്പിക്കാനും ബൾബുകളൊക്കെ പ്രകാശിപ്പിക്കാനേ പറ്റുന്നുള്ളൂ. അവനവൻ്റെ സ്വയം പവർ ഹൗസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. ഈ ശക്തിയൊക്കെ എനിക്ക് ലോകത്തുനിന്ന് കിട്ടിയതാണെന്നാണ് എൻ്റെ വിചാരം. കണ്ണിന് കാണാനുള്ള ശക്തി എവിടുന്ന് കിട്ടി? ശാസ്ത്രജ്ഞന്മാർ കൂടെ പറഞ്ഞു കൊടുക്കും എന്താ അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച. അൾട്രാ വയലറ്റ് റേസ് വരുന്നെന്ന്, അതങ്ങനെ വരുമ്പോൾ അത് ഇങ്ങനെ പോകും, ഇങ്ങനെ പോകുമ്പോൾ അത് അങ്ങനെ പറയും, അതുകൊണ്ട് കാണുന്നു. കേൾക്കേണ്ടതൊക്കെ സൗണ്ട് വേവ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ച് പറ്റിച്ച് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തിയാണ് നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാതെ പുറത്തുനിന്ന് ഏതോ ഒരു വസ്തു നമുക്ക് കാണാനും കേൾക്കാനും രസിക്കാനും ഗ്രഹിക്കാനുമുള്ള ശക്തി തരികയാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് ഉള്ളോട്ടുള്ള നോട്ടം നമ്മൾ തീരെ വിട്ടുപോയി, നോക്കുന്നേ ഇല്ല. അങ്ങനൊരു ആളവിടെ ഉണ്ടെന്നുള്ള ധാരണയില്ല നമുക്ക്, അത് മറന്നു. നമ്മൾ പോരുമ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ മറന്നു. ഇവിടെ വന്നിട്ട് ആകെ മനുഷ്യൻ്റെ മനസ്സ് കലക്കി വരും എല്ലാവരും കൂടിയിട്ട്. അല്ലേ പറയണ്ടോ? How you are able to see? My God, I know it has scientific explanation. How you are able to hear? Sound waves. How you are able to touch, taste, smell? ഇതിനൊക്കെ കാരണം സയൻസ്. ഓൾ എക്സ്റ്റേണൽ ഫോഴ്സസ്, പുറത്തുനിന്നാണ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ലോകത്തുനിന്നാണ്. There is nothing that the world cannot give you. The world has given you everything. What world has given you everything? പുറത്തുനിന്ന് കിട്ടിയ പവറൊന്നും അല്ല അതിനൊന്നും. ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം, മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള, ചൈതന്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പരമാത്മാവിൻ്റെ ശക്തിയാണ്. അല്ലെങ്കിൽ പിന്നെ ആ ശക്തി പമ്പ് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് പ്രവഹിച്ചൂടെ? നമ്മുടെ കണ്ണിലേക്കും മൂക്കിലേക്കൊക്കെ പ്രവാഹം പുറത്തുനിന്ന് അത് നിന്നിട്ടില്ലല്ലോ. അപ്പോൾ എന്തിനാ അകത്ത ശക്തി നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ നിൽക്കണം, അതൊക്കെ ഷട്ട് ഡൗൺ ചെയ്യണം? എന്തിനാ? അതന്നെ വലിയൊരു തെളിവല്ലേ. പക്ഷേ നമ്മളെങ്ങനെ 24 മണിക്കൂറും പറഞ്ഞ് പിരിമുറുക്കി നമ്മളിപ്പോൾ എന്തായി? നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കാണ്ടേ. അതപ്പം ഉണ്ടായി. ഭജനം പൂത്ത് ഊരാണ്മയായി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതാണപ്പോൾ നമ്മുടെ സംഭവം. ഈ ആളെ നമ്മൾ മറന്നു. ഗഹന, അതുകൊണ്ടാണ് ഗഹന എന്നുള്ള പേര് വരാൻ കാരണം. ഇപ്പോൾ പുറമെയുള്ള കാഴ്ചകളെ നമുക്ക് കാണാൻ പറ്റൂ. കണ്ണിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാറ്റിനും കണ്ണുള്ള കാഴ്ചകളെ കാണാൻ പറ്റൂ. മുകളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ബാഹ്യമായിട്ട് കിട്ടുന്ന ശക്തി കൊണ്ടാണ് ഇതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് നമുക്ക് ഈ ചൈതന്യം തരുന്ന ശക്തി ഏതാണ് എന്ന് വിചാരിച്ച് നമ്മൾ പുറലോകത്ത് മുഴുവൻ കിടന്ന് ഓടാൻ നിൽക്കുകയാണ്.
എവിടേക്കാണ് അത് കിട്ടുക? ഹൂ ഈസ് ദാറ്റ് ഫാക്ടർ വിച്ച് ഇസ് ഇല്യൂമിനേറ്റിംഗ് മീ? കണ്ണിന് എനിക്ക് കാഴ്ച തരുന്നത് ആരാണ്? ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് പറ്റുമോ? ദ എൻറ്റയർ സയൻസ് വേൾഡ് ഈസ് ഇൻ എ ബിഡ് ടു ഫൈൻഡ് ഔട്ട് what is the source of this energy for the eyes, and where are they going? The world outside. കാട്ടിലും സമുദ്രത്തിലും പുഴയിലും മരപ്പുറത്തും വീട്ടുംപുറത്തൊക്കെ കയറിയിട്ട് അങ്ങനെ നോക്കുകയാണ് എവിടെ നിന്നാണ് ഈ കണ്ണിന് ശക്തി കിട്ടിയത്. അനലൈസ് ചെയ്ത് മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും കണ്ണോണൊക്കെ എടുത്തിട്ട് അങ്ങനെ അനലൈസ് ചെയ്ത് നടക്കുകയാണ്. എന്തിന്? ഈ ശക്തിയെ കണ്ടുപിടിക്കാൻ. ഒരൊറ്റ സെക്കൻഡേ വേണ്ടോ അത് കണ്ടുപിടിക്കാൻ? ഉള്ളടത്ത് നോക്കണ്ടേ? ഇല്ലാത്തടത്ത് നോക്കിയിട്ട് എന്താ കാര്യം? എവിടെ കിട്ടാനാ? ഈ ശക്തിയുടെ സ്രോതസ് നമ്മളുടെ ഉള്ളിൽ തന്നെയല്ലേ. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിയാലേ നമുക്ക് അതിനെ കിട്ടുള്ളൂ. അത് ആ കാര്യം മറക്കുകയാണ്, വിസ്മരിക്കുകയാണ് നമ്മൾ. കൺവീനിയൻ്റ്ലി വി ഫോർഗെറ്റ്. ഇതാണ് ഭഗവാന്റെ ഈ കണ്ണുകെട്ടികളുടെ മുഖ്യ ഘടകം. അതാണ് ഈ കളിയുടെ ഘടകം. അതാണ്, ദാറ്റ് ഈസ് ഹിസ് പ്ലേ. നമുക്കത് മനസ്സിലാക്കി തരില്ല പെട്ടെന്ന്. ഉള്ളിൽ ഞാൻ ഉണ്ടെന്നുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് മറക്കും നമ്മൾക്ക്. ആ ഗെയിമിൻ്റെ റൂൾ അങ്ങനെയാണ്. എന്നല്ല കുറച്ച് കറങ്ങണല്ലോ കിടന്നിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചോണ്ടെന്ന് എന്താ കാര്യമുള്ളത്? കുറച്ച് കറങ്ങണം. എന്നാൽ കറങ്ങുമ്പോൾ ഉള്ളിൽ ഉണ്ടെന്നുള്ള വിചാരമുണ്ടോ? അതുണ്ടാവൂലേ ഇനി. അതൊക്കെ കറങ്ങിക്കഴിഞ്ഞ് അവസാനമാണ് നമുക്കൊരു ജ്ഞാനം വരിക. ഓ ഇവിടെ ഉണ്ടല്ലേ, ഓ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ ടു ലേറ്റ് അല്ല, കുറേ സമയം പോയിന്ന് മാത്രം. നത്തിങ് ഈസ് ലേറ്റ്. അപ്പം എന്നെ പിടിക്കുക ഭഗവാൻ അങ്ങനെ പറയുന്നുണ്ട്. എവിടെ കിട്ടാനാ ഇയാളെ? എവിടുന്നോ ഒരു ശബ്ദം കേൾക്കണ്ട എന്നെ പിടിക്കുകയെന്ന്. എവിടുന്ന് പിടിക്കാനാ? കണ്ണിന് കിട്ടുന്നില്ല, മൂക്കിന് കിട്ടുന്നില്ല, നാക്കിന് കിട്ടുന്നില്ല, ഒരു ഇൻസ്ട്രുമെൻറ്റിനും കിട്ടുന്നില്ല, മനസ്സിന് കിട്ടുന്നില്ല, ബുദ്ധിക്ക് കിട്ടുന്നില്ല. ദഹനം. ഉള്ളിലൊരാളുണ്ടെന്നൊരു ചിന്ത മനസ്സിൽ പോയാൽ മതി. ഒരു ചിന്ത ശകലം പോയാൽ മതി. ഒരു എന്താ പറയുക, ഒരു അയോട്ട ഓഫ് സസ്പിഷൻ, ഒരു സംശയം മനസ്സിൽ കടന്നു കൂടിയാൽ മതി. സമ്മതിക്കില്ല. അതാണ് കളി. ആ കളിയുടെ ഘടന അങ്ങനെയാണ്. ഈ കണ്ണുകെട്ടി കളിയുടെ ഘടന അങ്ങനെയാണ്. അത് മനുഷ്യന്മാർക്ക് സാധാരണഗതിയിൽ 99.999 ആൾക്കാർക്ക് തോന്നിക്കില്ല. അതിന് സമയം വരണം, മനുഷ്യ പ്രയത്നവും വേണം, പുരുഷാർത്ഥവും വേണം, പ്രാരാബ്ധവും വേണം. രണ്ടും നേരെയായാൽ മാത്രമേ അറ്റകാഴയും പിൻകഴുത്തും കൂടി ഒക്കണം, നല്ല ശരിയാവുള്ളൂ. ഒന്നുണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഗഹന എന്ന് പറയാൻ കാരണം. അപ്പം ഈ ചിന്ത നമുക്ക് ഉള്ളിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെ വിളമ്പല്ല, പിന്നെ ദെർ ഈസ് നോ ഡിലേ. ഈശ്വര ദർശനത്തിന് പിന്നെ നേരം കളയേണ്ട യാതൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. പക്ഷേ നമ്മൾ ഉള്ളു തുറന്നൊന്ന് നോക്കാൻ പോലുള്ള സൗകര്യം നമുക്കില്ല. അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിക്കാനുള്ള കഴിവില്ല. ചിന്തിക്കാൻ നമ്മൾ ചിന്തിക്കുന്നില്ല. കഴിവില്ലായിട്ടൊന്നുമല്ല, നമ്മളത് ചിന്തിക്കുന്നില്ല. ആ വഴിക്കൂടെ നമ്മൾ വെളിച്ചം വീശുന്നേ ഇല്ല. അങ്ങോട്ട് പോയി നോക്കിയാലോ എന്നുള്ളൊരു എക്സസൈസ് ചെയ്യാൻ പോലും നമ്മളുടെ മനസ്സ് നമ്മളുടെ മനസ്സിനെ നമ്മൾ അനുവദിക്കില്ല. ഈശ്വര ദർശനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നാക്കൊന്ന് നോക്കിയാൽ മതി, ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മതി. ഇമ്മീഡിയറ്റ് റിയലൈസേഷനാണ്. പക്ഷേ ഈ ആം ആദ്മികൾക്ക് അങ്ങനെയുള്ളൊരു അറിവ് പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടില്ല. എത്രയോ കാലം പരിണാമം കഴിഞ്ഞ് മനസ്സിന് പക്വത വന്ന് എത്രയോ ജന്മങ്ങൾ എടുത്തതിൻ്റെ ശേഷമൊക്കെ നമുക്ക് ഈ മനുഷ്യജന്മത്തിൽ വന്നിട്ട് അങ്ങനൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ ചെറുപ്പത്തിലേ പോവുള്ളൂ. അങ്ങനെയൊക്കെ പോയവരാണ് ഭാഗ്യവാന്മാർ. എപ്പോഴെങ്കിലും വന്നല്ലോ അങ്ങനെ ഒരു ചിന്ത ഉള്ളിലേക്ക് നോക്കാൻ.
പുറത്ത് തപ്പിയാൽ കിട്ടില്ല. കുട്ടികളുടെ കൺകെട്ട് കളി തന്നെ, കണ്ണ് കെട്ടി കളിക്കണത് തന്നെ, കിട്ടില്ല. അടുത്തുണ്ടാവും കണ്ണ് കെട്ടിയ ആള്, എന്നാലും അങ്ങോട്ട് പോവില്ല, അങ്ങോട്ട് തിരിയുള്ളൂ. ശബ്ദം എവിടെ നിന്നല്ല കേൾക്കണം, ശബ്ദം കേട്ടോടത്തേക്കാണ് ഓടുക. ശബ്ദം കേട്ടോടത്തല്ലല്ലോ ഇപ്പം ഉണ്ടാവുക. അവൻ ഇവിടെ നിന്നിട്ടില്ല അവിടുന്ന് ശബ്ദം ഉണ്ടാക്കുക. ഇല്ല, ഇവിടെ നിന്നിട്ട് ആരോട് കൈ കൊട്ടാൻ പോരല്ലേ ചെയ്യുക. അപ്പോൾ കണ്ണ് കെട്ടിയ ആള് പിടിക്കപ്പെടേണ്ട ആള് എൻ്റെ അടുത്ത് നിൽക്കും. അവൻ പറയും മറ്റവനോട്, നീ ശബ്ദം ഉണ്ടാക്കടാ, നീ കൈ കൊട്ട എന്ന് പറയും. കൈ കൊട്ടും. അപ്പോൾ വിചാരിക്കും അവിടെയാണ്. അവൻ അങ്ങടി ചാടും. അവൻ അങ്ങടി ചാടി ശരിക്കുള്ള ഇവിടെ നിന്ന് കൈ കൊട്ടും. അതല്ലേ ഈ കണ്ണ് പൊത്തിക്കളി. അതന്നെ നമ്മൾക്ക് നടക്കണത്. ആ ആ ആ ആ ക്രീഡ, ആ ഗെയിം, ആ ലീല അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ വലിയൊരു എന്താ പറയുക, പെസിമിസ്റ്റിക്കായി മാറുന്നതും വേണ്ട, നിരാശപ്പെടുന്നതും വേണ്ട. ജീവിതത്തിൽ വരും, ഒരിക്കൽ നമുക്ക് ഓർമ്മയുണ്ടാവും, ഓർമ്മ വരും. ഭഗവാൻ ഉള്ളിൽ തന്നെയുണ്ട്. ഹൃദയശേ അർജുന തിഷ്ഠതി, എൻ്റെ മനസ്സിൽ തന്നെ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു ധാരണ ഒരു സമയത്ത് വരും. അതുവരെ കാത്തിരിക്കൂ, അതിനുള്ള പ്രയത്നങ്ങൾ ചെയ്തു തുടങ്ങും. അല്ലാണ്ട് ഇപ്പം ചാടിപ്പിടിക്കാൻ നോക്കണ്ട. ഈ രൂപത്തിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളുടെ കാലം തെളിയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാൻ എപ്പോഴാണോ ഇച്ഛിക്കുന്നത്, എപ്പോഴാണോ നമുക്ക് അഡ്മിഷൻ അങ്ങോട്ട് തരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ കയ്യിലല്ല. ബിക്കോസ് ടൈം വി ഹാവ് നോ കൺട്രോൾ. സമയത്തിനെ നിയന്ത്രിക്കേണ്ടത് ഭഗവാനാണ്. അപ്പോൾ ഏത് സമയത്താണ് ഇയാൾക്ക് താലികെട്ട് മുഹൂർത്തം എന്ന് ഭഗവാൻ തീരുമാനിക്കും. ആ സമയത്ത് അങ്ങോട്ട് കയറി ചെന്നാൽ താലി കെട്ടി അവിടെ സുഖമായിട്ട് കൂടാം. ഇത്രയേ ഉള്ളൂ എന്നൊരു കാര്യം. പക്ഷെ അതുവരെ ഗഹനമാണ്, കട്ടക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഭഗവാനെ കാണാനും അറിയാനും ഒക്കെ ഭയങ്കര പ്രയാസമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. കഠോപനിഷത്തിൽ യമധർമ്മ മഹാരാജാവ് നചികേതസിന് ഉപദേശിക്കുന്ന മന്ത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മന്ത്രമുണ്ട്. ഈ അർത്ഥം തന്നെയാണ് വരുന്നത്. 2-ാം വല്ലിയിലെ ഒരു മന്ത്രമാണത്. തം ദുർദശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ടം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശകൗ ജഹാതി. ഒരു മന്ത്രം അതുണ്ട്, ഇത്ര അർത്ഥവത്തായിട്ടുള്ള മന്ത്ര. തം ദുർദശം ഗൂഢമനുപ്രവിഷ്ടം, അതിസൂക്ഷ്മമായതിനാൽ കാണാൻ വിഷമമുള്ളവനും, ഗുഹാഹിതം ഗഹ്വരേഷം പുരാണം, പ്രാകൃത വിഷയമായ വികാരവിജ്ഞാനങ്ങളെ കൊണ്ട് മറയ്ക്കപ്പെട്ടവൻ, അന്തര്യാമി രൂപേണ എല്ലാറ്റിലും അനുപ്രവേശിക്കുന്നതും, വെച്ചാൽ കണ്ണിനും മൂക്കിനും നാക്കിനും ത്വക്കിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ശക്തി കൊടുത്തുകൊണ്ട് ബുദ്ധിഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവനും, ഗഹ്വരേഷ്ടം പുരാണം, ഗുഹയുടെ ഉള്ളിൽ, ഗുഹരേഷ്ടം പ്രധാനം. ഹൃദയഗുഹ, ഗുഹ എന്നൊക്കെയാണ് അതിന് പറയാം. കാരണം ഒളിച്ചിരിക്കുന്ന സ്ഥലം, ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം, കാണാൻ പറ്റാത്ത സ്ഥലം, അതിനൊക്കെ ഗുഹ എന്നുള്ള വാക്കല്ലേ ഉപയോഗിക്കുക. മനസ്സിലാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്, അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലൊരു കേവ് ഉണ്ട്, ക്യാവിറ്റി ഉണ്ട്, അതൊന്നല്ല അതിൻ്റെ അർത്ഥം. ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അന്തര്യാമി ഗുഹയുടെ ഉള്ളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഹൃദയമായിരിക്കുന്ന ഒരു ഇതിൻ്റെ ഗുഹയിൽ നമ്മൾ ഗുഹ പോലെ കൽപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു എന്നർത്ഥം. ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ. അത്രയും അതിൻ്റെ ഒരു മെറ്റഫോറിക്കലായിട്ടുള്ള അർത്ഥം എടുത്താൽ മതി. രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാക്കുകൾ അതൊക്കെ. അപ്പോൾ തം ദുർദശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം, ഗുഹയുടെ ഉള്ളിലെ ഗുഹാഹിതം, ഗഹ്വരേഷ്ടം പുരാണം, അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാധീരോ ഹർഷശോകൗ ജഹാതി. രാഗദ്വേഷാദി സങ്കുലങ്ങളായ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നവനും, മനസ്സിലായില്ലേ, അനാദിയായ ഒരു പുരുഷനെ ആധ്യാത്മിക യോഗ അനുഷ്ഠാനം കൊണ്ട് സാക്ഷാത്കരിച്ചിട്ട് ധീരനായിട്ടുള്ള ആളുകൾ, വിവേകികൾ സുഖദുഃഖങ്ങൾക്ക് അതീതമായി പോകുന്നു.
ഇതേ ഉപനിഷത്തിൽ തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കണ പരാഞ്ചിഖാനി വ്യതരണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മാന്ന്. ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയും എല്ലാം പരാഞ്ചിഖാനി ആസ് ഇഫ് ദേ വർ പണിഷ്ഡ്. എന്തിന്? ദേ ക്യാൻ ഓൺലി സീ ദി എക്സ്റ്റേണൽ. പുറത്തേക്ക് മാത്രമേ അവർക്ക് കാണാനും കേൾക്കാനും വികസിക്കാനുള്ള കഴിവുള്ളൂ. വ്യതൃണ സ്വയംഭൂ, പുറത്തേക്കേ പറ്റുള്ളൂ. തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മാ, ഉള്ളിലേക്ക് അവർക്ക് കടക്കാൻ പറ്റില്ല. ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, ഉള്ളിലത്തെ ചേതനം എന്താണെന്ന് അറിയില്ല. പക്ഷേ കശ്ചിത് ധീര, ഇതിൽ ഒരു ധീരൻ, എവിടെങ്കിലും ഒരു ധീരൻ കിടക്കുന്നുണ്ടാവും. അവൻ ഇതൊക്കെ തട്ടിമറിച്ച് ഇതൊന്നല്ല ശരി, എനിക്കിതിൻ്റെ സോഴ്സ് അറിയണം, എൻ്റെ സോഴ്സ് ഇതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്, ഈ കണ്ണുകെട്ടികൾ ഞാൻ ഇപ്പം ഒന്ന് നിർത്തിക്കളയാം എന്ന് പറഞ്ഞിട്ടാണ് അധ്യാത്മയോഗാദി ഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാദി. കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുൺ അമൃതത്വമിച്ഛൻ. ആവൃത്തചക്ഷുൺ, ഈ ടേൺസ് ദി ഐ. കണ്ണിങ്ങനെ പുറം കണ്ണുള്ളത് അകക്കണ്ണാക്കി മാറ്റും, ഉള്ളിലേക്ക് തിരിക്കും കണ്ണ്. വെച്ചാൽ സർജറി കൊണ്ട് ഇങ്ങനെ പിന്നാക്കം കണ്ട് വെച്ച് എന്നല്ല എൻ്റെ അർത്ഥട്ടോ, ഉൾക്കണ്ണിലേക്ക് നോക്കുന്ന അർത്ഥം, ഉൾക്കാഴ്ച കിട്ടുന്ന അർത്ഥം. വിൽ സീ ഇൻസൈഡ്, ഇന്നർ ഐ എന്നൊക്കെ പറയില്ലേ, ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇൻറ്റ്യൂഷൻ, ഉള്ളിൽ നിന്നുള്ള ട്യൂഷൻ, ഉള്ളിൽ നിന്നുള്ള പ്രവാഹം, അത് കാണാനുള്ള കഴിവ്, ഇൻറ്റ്യൂഷൻ. ആരാ ധീരന്മാർ? ധീരതയുള്ളവർ, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ, പുറത്തേക്ക് പോകുന്നവരൊക്കെ പിടിച്ച് പെടവാ, എങ്ങളാ ഓടി പോകണം, പെടവാ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് ഇന്ദ്രിയങ്ങളൊക്കെ നിഗ്രഹിക്കാനുള്ള കഴിവുള്ളവർ. അല്ലാണ്ട് അവരുടെ പിന്നാലെ നീ പോവുക എന്നാൽ ഞാനും വരാം കേട്ടോ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യണത് വീട്ടിൽ, എൻ്റെ കൂടെ ഞാനും വരാം, അതുകൊണ്ട് കാലത്തോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ എന്താ ഊര് തേണ്ടാൻ പോവല്ല, 20 ദിവസമായിട്ട് നടക്കല്ല. 20 ദിവസമായിട്ട് നടക്കാൻ പോകുമ്പോൾ മനസ്സും ബുദ്ധിയും പറയണം എങ്ങടാ പോകണം, ഇവിടെ വരൂ, കുറേ ആയില്ല എങ്ങനെ പോകണു, എല്ലാം കിട്ടിയോ, ഇനി ഞാൻ പറഞ്ഞോടത്തേക്ക് വരൂ, ഇവിടെ ഇരിക്കൂ. ഇറ്റ്സ് കോൾഡ് ഇന്ദ്രിയ നിഗ്രഹം. ആ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് ധീര എന്ന് പറയുന്നത്. ഇസ് എ മാൻ ഓഫ് കറേജ്. എളുപ്പം സാധിക്കില്ല, ആ ആത്മയ്ക്കൊന്നും പറ്റില്ല അത്, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ. അങ്ങനെ കഴിവുള്ളവരെ, ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാനുള്ള കഴിവുള്ളവരായിട്ടുള്ള ധീരന്മാരെ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുൺ അമൃതത്വമിച്ഛൻ. അതിനെ ഈ മന്ത്രത്തിലും പറയണം. അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാദി. ഇതേ മന്ത്രം തന്നെ, ഇതേ ഉപനിഷത്തിൽ തന്നെ ആ മന്ത്രവും പറയണം, വരാഞ്ചിഖാനി വിതരണ സ്വയം. അതുകൊണ്ട് ആ ഒരു അറിവ് നമുക്ക് കിട്ടുന്നത് വരെ അപ്രമേയോ അനിർദ്ദേശ്യ അഗ്രാഹ്യ, ഇതൊക്കെ ഉപനിഷത്തിലെ വാക്യങ്ങളാണ്. സഹസ്രനാമത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഇല്ലേ, അപ്രമേയ പഠിച്ചിട്ടില്ലേ, അനിർദ്ദേശ്യ അഗ്രാഹ്യ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല പട്ടേരിപ്പാട് നമുക്ക് എത്രയോ പറഞ്ഞു തന്നിരിക്കുന്നു. എല്ലാവരുടെ കേരളീയക്കാരുടെ എല്ലാവരുടെ നാരായണീയം വായിക്കണവരുടെയൊക്കെ നാവുമിലുള്ളൊരു വാക്കാ അസ്പഷ്ടം. ഞാൻ ഇനി പറയണ്ട എന്താ അതിൻ്റെ അർത്ഥം. നടക്കൽ മുമ്പ് നിന്നിട്ടാണ് പറയണത്, ശരിക്കും കാണാനില്ലല്ലോ, അസ്പഷ്ടം, സ്പഷ്ടമാവുന്നില്ല അങ്ങോട്ട്. എവിടുന്ന ഈ പ്രചോദനം വരുന്നതെന്നുള്ള കാര്യം അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. ഉള്ളിലേക്ക് നോക്കണോ പട്ടേരി, അല്ലേ? അപ്പോൾ പട്ടേരിപ്പാടും കൂടെ പറഞ്ഞിരിക്കണം അസ്പഷ്ടം. ഒരിക്കൽ ആ നോട്ടം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ഉള്ള ബാഹ്യപദാർത്ഥങ്ങളിലുള്ള താല്പര്യങ്ങളൊക്കെ ഒന്ന് ശമിച്ച് അങ്ങോട്ടുള്ള പോക്കൊക്കെ ഒന്ന് നിർത്തി, ആ യാത്രയും ആ സഞ്ചാരമൊക്കെ ഒന്ന് തൽക്കാലം നിർത്തിവെച്ച് ഇതിൽ നിന്ന് നമുക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല, കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹാവ് നോട്ട് പെയ്ഡ് യു എനി റിട്ടേൺ. കാലം അതൊന്നും നമുക്ക് സമ്പാദ്യം ഉണ്ടായിട്ടില്ല. ഈ ഇന്ദ്രിയങ്ങളെ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ കുപ്പായം കുളിപ്പിച്ച് പൊട്ടും തൊട്ട് കുപ്പായം ഇട്ട് പുറത്തേക്ക്
സവാരിക്ക് കൊണ്ടുപോവുക, കൂടെ മനസ്സും പോവുക, കൂടെ ബുദ്ധിയും പോവുക. വൈകുന്നേരം എന്താ വയ്യ, വെറും കൈയോടക്കാൻ തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യുക. തിരിച്ചു വന്നു, ഒന്നും കിട്ടിയില്ല അല്ലേ. പോന മച്ചാൻ തിരുമ്പി വന്നാൻ അതന്നെ. ഇല്ല കാര്യത്തിൽ ഇവിടെ നായാട്ടന പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. എന്താ പറ്റിയ? ഒന്നും പറ്റിയില്ല, അങ്ങോട്ട് പോന്നു. എത്ര കാലമായി തുടങ്ങിയിട്ട്? അപ്പം അതൊക്കെ ഒന്ന് നിർത്തി, പുറമേയുള്ള ബാഹ്യങ്ങളെ ആ യാത്രയൊക്കെ ഒന്ന് നിർത്തി ഉള്ളിലേക്കൊന്ന് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഉള്ളിലുള്ള ആത്മാവിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതന്നെയാണ് തത്വദർശനം എന്ന് പറയുന്നത്. രമണ മഹർഷി അതല്ലേ പറഞ്ഞത്? ദൃശ്യവാരിതം ചിത്തമാത്മന ചിത്വദർശനം തത്വദർശനം. ഉപദേശസാരം. ദൃശ്യവാരിതം, ബാഹ്യലോകങ്ങളിൽ നിന്ന് പിന്മടങ്ങിയിട്ടുള്ള മനസ്സിനെ ചിത്തമാത്മന, സ്വയം ആത്മാവിലേക്ക് തിരിപ്പിച്ചു നോക്കുക, ആത്മാവിനെ ദർശിക്കുക. ചിത്വദർശനം. ഇപ്പോൾ ദൃശ്യവാരിതം, ദൃശ്യമായി പുറമേ കാണുന്ന സാധനങ്ങളെല്ലാം വാരിതം, അതിനൊക്കെ തൽക്കാലം ഒന്ന് നിർത്തുക. സ്റ്റോപ്പ്. സസ്പെൻഡഡ് ഫോർ നെക്സ്റ്റ് 1 വീക്ക്. ഒന്ന് സസ്പെൻഡ് ചെയ്യുക യാത്രയൊക്കെ. ദൃശ്യവാരിതം ചിത്വമാത്മന, ഉള്ളിലേക്കൊന്ന് നോക്കുക. എന്നിട്ട് ചിത്വദർശനം, ആ ചിത്തത്തിനെ ഒന്ന് ദർശിക്കുക. ചിത്തത്തിനെ, ഉള്ളിലുള്ള ചിത്തത്തിനെ ഒന്ന് ദർശിക്കുക. ആ ദർശനമാണ് തത്വദർശനം. അതാണ് അറിവ്, അതാണ് നോളജ്, അതാണ് വിദ്യ. മറ്റൊന്നും വിദ്യയല്ല. ഈ അറിവാണ് അറിവ് എന്ന് പറയുന്നത്. ഈ അറിവാണ് വിദ്യ. ദിസ് ഈസ് വിസ്ഡം. ഓൾ അതേഴ്സ് ആർ നോളജ്. പൂന്താനും അതല്ലേ പറഞ്ഞത്? വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നൂ നടിക്കുന്നിതു ചിലർ. നമ്മുടെ മുഖത്ത് നോക്കി പറയല്ലേ ചെയ്യണത്? നമ്മളെ തൊട്ട് കാണിച്ചു കൊടുത്തിട്ടില്ലേ പൂന്താനം പറയണത്? ഇതാ അയാളുടെ കാര്യം ഒന്ന് നോക്കിയേ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നൂ നടിക്കുന്നിതു ചിലർ. അപ്പോൾ ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കണം. അത് മറന്നുപോയി. ഇവിടെയാണ് നമ്മുടെ കേട് പറ്റുന്നത്. അതുവരെ നമുക്ക് ഗഹനമായിട്ടിരിക്കും. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡൽഹി ഇന്നൊരു സേട്ടു പണ്ട് ടെക്സ്റ്റൈൽ ബിസിനസ്സിലുള്ള ഒരാൾ കാഞ്ചീപുരത്തേക്ക് സിൽക്ക് എടുക്കാൻ വന്നു. ടെക്സ്റ്റൈൽ ബിസിനസ്സുകാർ സേട്ടുവാണ്. അന്ന് ഈ ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ലല്ലോ. ക്യാഷ്, ഹാർഡ് ക്യാഷ്, ലിക്വിഡ് ക്യാഷ് കൈ കൊണ്ടുപോകല്ലേ ചെയ്യുക. അത് ഇങ്ങൊരു രാജധാനി വണ്ടി കയറി 2 രാത്രിയുണ്ട്. ക്യാഷും കയ്യിൽ വെച്ചിട്ട്, ബാഗുണ്ട് കയ്യിൽ, വേറെ പെട്ടിയും പ്രമാണമൊന്നുമില്ല. AC അല്ലേ, വേറെ പ്രശ്നമില്ല. അവിടെ ചെന്ന് അവിടെ വീടുണ്ട്, അവിടെ നേരെ കയറി പോവല്ലേ വേണ്ട. അപ്പോൾ യാത്ര ലഗേജൊക്കെ കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ക്യാഷ് കൊണ്ടുപോകാനുള്ളൊരു സഞ്ചി മാത്രം കയ്യിലുണ്ട്. കയറി. ഇത് ആരോ ഒരു കള്ളൻ മണത്തറിഞ്ഞിട്ട് ഇത്രയും പൈസ കൊണ്ടുപോകേണ്ട, ലക്ഷക്കണക്കിന് പൈസ ടെക്സ്റ്റൈൽ എന്താണ് ഇതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണത് എന്നൊക്കെ പറഞ്ഞ് കയറി. കള്ളന് മനസ്സിലായി സേട്ട് വണ്ടി കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ കള്ളന് കുറച്ച് പൈസയൊക്കെ ചിലവാക്കി. അവന് ഒരിക്കൽ കള്ളന്മാർക്കും ഇല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. കോട്ട് സൂട്ട് ഒക്കെ ധരിപ്പിച്ച്, കാരണം ഫസ്റ്റ് ക്ലാസ് AC-യിലൊക്കെ കയറുമ്പോൾ ഒരു ഗമ വേണ്ടേ. അല്ലാണ്ട് ഈ മുഷിഞ്ഞ മുടിഞ്ഞ ഷർട്ടൊക്കെ ഇട്ടിട്ട് കള്ളൻ്റെ വേഷത്തിൽ വന്നാൽ അതിലൊന്നും സമ്മതിക്കും. അപ്പോൾ അതിനുള്ള വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് വണ്ടി കയറിയിരുന്നു. വണ്ടി പുറപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷേക്കൻഡ് കൊടുത്തു, സംസാരിച്ചു. എവിടുന്നാണ് വരുന്നത്? ഇവിടുന്നാണ്. ഡൽഹിയിൽ നിന്നാണ്. എങ്ങടെ പോകണം? മദ്രാസിലേക്കാണ്. മദ്രാസിൽ എന്തിനാണ് പോകുന്നത്? ചെറിയൊരു കച്ചവടത്തിന് പോവാണ്. മറ്റാളോട് ചോദിച്ചു, നിങ്ങളെവിടെയാണ്? ഞാൻ MBA ഹാർവേഡ് യൂണിവേഴ്സിറ്റി. ആരെ? കള്ളനെ. ഇംഗ്ലീഷൊക്കെ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കും. ഹാർവേഡ് യൂണിവേഴ്സിറ്റി. സ്പെഷ്യലൈസേഷൻ ഇസ് മാർക്കറ്റിംഗ്.
എന്നൊക്കെ പറഞ്ഞ് കുറേ അറിയണ ഇംഗ്ലീഷൊക്കെ ചട്ടപ്പട്ടാലിറ്റി കാച്ചിട്ട് സേട്ടുവിനെ അങ്ങോട്ട് ഐസാക്കി എന്നാണ് അയാളുടെ വിചാരം. സേട്ടുവിന് മനസ്സിലായി അവൻ ആൾ കള്ളനാണ്. ഞാൻ അവരെത്രയോ ആൾക്കാരെ കണ്ടിട്ടുള്ളവരാ. അങ്ങനെ വൈകുന്നേരമായി. വൈകുന്നേരം വരെ മറ്റവനും കാത്തിരുന്നു. എന്താ ഇപ്പോൾ ചെയ്യുക, ഇയാൾ സേട്ടു ബാഗ് കയ്യിൽ നിന്ന് വയ്ക്കണ്ടേ. അങ്ങനെ ഇരുന്ന് അതിൻ്റെ ഇടയിൽ പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ എടുത്തിട്ട് തുപ്പിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ എണ്ണി നോക്കുക പുതിയ നോട്ടുകൾ. ഇതൊക്കെ മറ്റവൻ കണ്ട് ഇങ്ങനെ വെള്ളം ഇറക്കുക. അപ്പോൾ അവനൊരു സമാധാനമായി, പൈസ കൊണ്ടുവന്നിട്ടുള്ള കാര്യം സമാധാനമായി. ഇല്ലെങ്കിൽ ഇപ്പോൾ വേസ്റ്റായി പോവില്ലേ ട്രിപ്പ്. പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. സേട്ടു അങ്ങനെ ഇത് ബാഗിൽ എണ്ണി ബാഗിൽ വെച്ചു, അവിടെ വെച്ചു. വൈകുന്നേരമായി. ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് നേരെ ടോയ്ലറ്റിൽ പോയി സേട്ടു. ബാഗ് കൊടുത്തു, ടോയ്ലറ്റ് കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റവൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി വന്നു. സേട്ടു കിടന്നുറങ്ങി. ഇവനും വിചാരിച്ചു ഞാൻ ഉറങ്ങില്ലാണ്ട് എന്താ ചെയ്യുക, എനിക്ക് ഉറക്കാണെങ്കിൽ ഉറക്കാൻ വരില്ല, മറ്റവൻ്റെ പൈസ കിട്ടിയല്ലാണ്ട് എനിക്ക് ഉറക്കവും വരില്ല എന്ന് വിചാരിച്ചു. അവൻ ഉറങ്ങിയ പോലെ ഇവനും ധരിച്ചു. കുറേ രാത്രി സേട്ടു നല്ല ഉറക്കമായപ്പോൾ ഇവൻ കംപ്ലീറ്റ് ഒരു സെർച്ച് നടത്തി സേട്ടുവിൻ്റെ ബർത്തുമേലൊക്കെ. ആ ബാഗിൻ്റെ ഉള്ളിൽ കാകലത് നോക്കി. വേറെ പറ്റിയൊന്നും ഇല്ല. ഈ ഒരൊറ്റ ബാഗേ ഉള്ളൂ, ഈ ഒരു ചെറിയ ഹാൻഡ് ബാഗേ ഉള്ളൂ. ഒക്കെ അന്ന് 5000-ൻ്റെ 10,000-ൻ്റെ ഒക്കെ നോട്ടുണ്ടല്ലോ. അപ്പോൾ വളരെ നോട്ട് എന്താ പറയാൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൂക്ഷ്മ രൂപത്തിൽ കൊണ്ടു നടക്കുകയാണ്. സ്ഥൂല രൂപം വേണ്ട വെച്ചിട്ട് സൂക്ഷ്മ രൂപത്തിൽ കൊണ്ടു നടക്കുക. അപ്പോൾ കുറച്ച് സ്ഥലമല്ലേ വേണ്ടോ. അത് എണ്ണണത് കണ്ടതുകൊണ്ട് അവൻ ഇവിടെയൊക്കെ നോക്കി കാണാനില്ല. പൈസ ആകെ നോക്കി. ഇതല്ല ടോയ്ലറ്റിൽ മറന്നു വെച്ചിട്ടുണ്ടോ ബാഗിൽ കൊണ്ടുപോയപ്പോൾ. അവിടെ വീണ് നോക്കി. ഇയാൾ ഒന്നും കൂടി ടോയ്ലറ്റിൽ പോയി. ടോയ്ലറ്റിലാകെ അവിടെ നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. തിരിച്ചു വന്നു. രാത്രി നിരാശനായി. ഇപ്പോൾ സാരില്ല, മദ്രാസിലേക്ക് തന്നെ ഒരു രാത്രി കൂടി ഉണ്ടല്ലോ, നോക്കാം. ചാൻസ് മുഴുവൻ അങ്ങോട്ട് കളയണ്ട, നമുക്കിനി നാളെ നോക്കാം. ഇന്നത്തെ രാത്രി നോക്കാമെന്ന് വെച്ചാൽ നാളെ വിളിച്ചാൽ പിറ്റേ ദിവസം കാലത്ത് നേരത്തെ നീട്ട് ചായയൊക്കെ ഓർഡർ ചെയ്ത് ചായയൊക്കെ കുടിച്ചിരുന്ന് സേട്ട് ബാത്റൂമിൽ പോയി വന്നു. അത് കഴിഞ്ഞിട്ട് ബെഡ് കോഫിയൊക്കെ കഴിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോൾ എന്താ കാണണമെന്നറിയോ, ഈ സേട്ടു ഇരുന്നിട്ട് ബണ്ടിൽ നോട്ടും കയ്യിൽ വെച്ചിട്ട് തുപ്പൽ തൊട്ടിട്ട് ഇരുന്ന് ഇങ്ങനെ എണ്ണുക, കൗണ്ട് ചെയ്യണം. ഇന്നലെ കൗണ്ട് ചെയ്തത് അതേ നോട്ട് തന്നെ. അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. എന്താ ഈ കാണുന്നത്, ഞാനിവിടെ എവിടെയൊക്കെ നോക്കി, നോക്കാത്ത സ്ഥലമില്ല അവിടെ. ബാത്റൂമിൽ നോക്കി, ഇവിടെ സകല ദിക്കിൽ ഞാൻ നോക്കി, എനിക്കിത് കിട്ടിയില്ല. ഇയാൾ എവിടെ വെച്ചു? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇന്നത്തെയും കൂടി രാത്രി ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. നാളെ കാലത്തല്ലേ വണ്ടി അവിടെ എത്തുക, ന്യൂഡൽഹി എത്തുള്ളൂ. രാത്രി സമയമുണ്ടോ, നമുക്ക് നോക്കാം. രാത്രി ഇന്നത്തെ പോലെ തന്നെ ഇന്നലെയും കഴിഞ്ഞു. ഇന്നലെയും അതേപോലെ രാത്രി കഴിഞ്ഞു. ചേട്ടു ബാത്റൂം പോയി, ബാത്റൂം വന്നു. അത് കഴിഞ്ഞ് ഇപ്പം പോയി ബാത്റൂമിലേക്ക്. ഇവനും തിരിച്ച് ബാത്റൂമിൽ വന്നു. സേട്ടു കിടന്നുറങ്ങി. ഇവനും കിടന്നുറങ്ങിയെന്ന് നടിച്ചു. തീരെ ഉറങ്ങിയിട്ടില്ല അവനൊന്ന്. സേട്ടു നല്ല ഉറക്കമായി, കുറുക്കൊക്കെ വലിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പിന്നെയും എൻ്റെ ഡെഫ്റ്റി ഫിംഗേഴ്സ്, മനസ്സിലായില്ലേ, ലൈറ്റ് ജെൻട്രി ഫിംഗേഴ്സ് ഇങ്ങനെ കൈ ഇങ്ങനെ വട്ടയും പെട്ടൊക്കെ അങ്ങനെ ഓടി തപ്പി നോക്കി. സേട്ടുവിനെ ഉണരാനും പാടില്ല. കംപ്ലീറ്റ് പുറത്ത് നോക്കി. ഈ ബാഗ് ആകെ തല കീഴാക്കിയിട്ട് നോക്കി. ഒരു രക്ഷയില്ല. ബാത്റൂമിൽ പിന്നെയും പോയി. അവിടെ വീണിട്ടോ നോക്കാം, അവിടെയും വീണില്ല. കാലത്തിന് ഇട്ടു. സേട്ടു നേരത്തെ കാലത്തിന് ഇട്ടു. 5 മണിക്ക് ബെഡ് കോഫിയൊക്കെ കഴിച്ച് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു. അവിടെ ഇരുന്നു. ഇവൻ കാപ്പി കുടിച്ചിട്ട് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു. അവൻ തിരിച്ചു വരുമ്പോൾ എന്താ കാണുന്നത്, ഈ സേട്ടു പിന്നീട് ഈ പൈസ തന്നെ ഈ ബണ്ടിലേ, ഈ 10,000-ൻ്റെ ബണ്ടിൽ 5-6 ബണ്ടിൽ വെച്ചിട്ട് അതിങ്ങനെ എണ്ണയാണ്. സേട്ടുമാരെ നോട്ടെണ്ണ കണ്ടിട്ടില്ലേ, തുപ്പല് തൊട്ടിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എണ്ണ ഇരുന്നിട്ട്. അപ്പം ഇവന് സംഭവം പിടിയിട്ടില്ല, എന്താ കാര്യം എന്ന്. അവസാനം വിചാരിച്ചു ഇവൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു, എനിക്കിപ്പോൾ ഒരു രക്ഷയില്ല. അവസാനം ട്രെയിൻ സ്റ്റേഷനിൽ എത്താറായപ്പോൾ എല്ലാവരും നീട്ടു, പുറപ്പെട്ടു. ഇറങ്ങിയിട്ടില്ല വണ്ടിയിൽ നിന്ന്. ഇറങ്ങാനുള്ള ഭാവമാണ്, അങ്ങനെയുണ്ടല്ലോ ഒരു പ്രിപ്പറേഷൻ, ഇറങ്ങാനുള്ളൊരു പ്രിപ്പറേഷൻ. അവിടെ എത്തിയപ്പോൾ ഈ കള്ളൻ നീട്ടിട്ട് സേട്ടുവിന്
എന്നോട് പറഞ്ഞു ഒന്നിനെ ഇട്ട് നിൽക്കാൻ പറഞ്ഞു ചേട്ടനോട്. ചേട്ടൻ ഇട്ട് നിന്നു. ഞാൻ കാല് തൊട്ട് നമസ്കരിച്ചു. നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരുമോ? ഇന്നലെ ആ പൈസ എവിടെയാണ് വെച്ചിരുന്നേ? ഞാൻ ഇവിടെ കുറെ നോക്കിക്ക് കണ്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയല്ലോ. എവിടെയാണ് വെച്ചിരുന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഇതാണ് സംഭവം. എൻ്റെ ഗുരുവാണ് അങ്ങ്. എന്നെ കബളിപ്പിക്കണമെങ്കിൽ എന്നെക്കാട്ടിലും അറിവുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ കാക്കൽ വീണതാ, ഒന്നുകൂടി തൊഴാമെന്ന് കാക്കൽ വീണ് തൊഴിച്ചു. അപ്പോൾ സേട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനും മുത്തച്ഛനൊക്കെ എന്നോട് പറഞ്ഞെന്നുണ്ട്, പൈസ സൂക്ഷിക്കേണ്ട സ്ഥലം കള്ളൻ്റെ തലോണ്ട അടിയിലാണ് ബെസ്റ്റ്. അവൻ അങ്ങോട്ട് നോക്കുകയില്ല. പൈസ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നാലൊരു കള്ളനുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം ആ പണം സൂക്ഷിക്കാൻ കള്ളൻ്റെ തലോണയുടെ ബാക്ക് ഉള്ളിൽ ഇൻസൈഡ് ദ പില്ലോ കവർ വെച്ചാൽ മതി. ഒരു കുഴപ്പമുണ്ടാവില്ല. നീ ബാത്റൂമിൽ പോയപ്പോൾ ഞാൻ ഈ ബാഗിലത്തെ പൈസയൊക്കെ എടുത്ത് ബണ്ടിലൊക്കെ എടുത്തിട്ട് എൻ്റെ തലോണ്ട ഉള്ളിൽ വെച്ചു. നീ അവിടെ അല്ലാതെ വേറെ എല്ലാ സ്ഥലത്തും നോക്കി, എനിക്ക് കിട്ടിയില്ല. കാലത്ത് ഞാൻ എൻ്റെ ആവശ്യത്തിന് രണ്ടാമതും കൂടി എടുത്തു. പിന്നെ തന്നെ എണ്ണി കാണിച്ചു. രണ്ടാമത്തെ ദിവസവും നീ ഇതന്നെ ചെയ്തു. രണ്ടാമത്തെ ദിവസം ഞാൻ എൻ്റെ പില്ലോയുടെ ഉള്ളിൽ തന്നെ പൈസ കൊണ്ടുവച്ചു. അന്ന് നീ പില്ലോയിൽ നോക്കിയില്ല, വേറെ എവിടെയൊക്കെ നോക്കി, അപ്പുറത്ത് ബർത്തിലും കൂടെ നീ പോയി നോക്കി. അവിടെ വീണിട്ടുണ്ടോ, ഇവിടെ വീണിട്ടുണ്ടോ, ബാത്റൂമിൽ വീണു. നീ നോക്കാത്ത വല്ല സ്ഥലമുണ്ടോ? ഒരു സ്ഥലമില്ലല്ലോ. അപ്പം എനിക്ക് നല്ലോണം അറിയാം നീ അങ്ങോട്ട് നോക്കില്ല എന്ന്. അങ്ങോട്ട് നോക്കാനുള്ള കണ്ണ് നിനക്കില്ല. പരാഞ്ചിഖാനി വ്യതരണ സ്വയംഭൂ എന്ന് കഴകോപനിഷത്തിലോ മന്ത്രവും പറഞ്ഞു കൊടുത്തു. തം ദുർദശം നീ അപ്പം പറഞ്ഞില്ലേ, ആ മന്ത്രവും പറഞ്ഞു കൊടുത്തു. പൊക്കോ മന്ത്രം. ഇതാണ് നമ്മുടെ ഗതി. ഇതാണ് നമ്മുടെ ഗതി. നമ്മൾ എവിടെയൊക്കെ നോക്കുന്നുണ്ട് ആത്മശാന്തിക്ക് വേണ്ടിയിട്ട്, മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്, ഈശ്വര ചൈതന്യത്തിന് വേണ്ടിയിട്ട്, എവിടെ കിട്ടാനാ? സംഗതി കിടക്കേണ്ട എവിടെയാണ്? നമ്മളുടെ ഉള്ളിൽ തന്നെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അങ്ങോട്ട് നമ്മൾ നോക്കാൻ പഠിച്ചിട്ടില്ലേ അതേവരെ? മനസ്സിലായില്ലേ? അപ്പോൾ ഈ കഥയോട് കൂട്ടി നമുക്കിന്ന് ഇന്നത്തെ നാമം ഇവിടെ നിർത്താം. അപ്പം ഇന്നത്തെ ഏത് നാമം അപ്പോൾ നമ്മൾ കണ്ട്? ഗഹന. അതുകൊണ്ട് ഭഗവാൻ ഗഹന. വളരെ ബുദ്ധിമുട്ടിയാലേ മനുഷ്യൻ നമുക്ക് അദ്ദേഹത്തിനെ പിടിക്കാൻ കിട്ടുള്ളൂ. ഈ കണ്ണ് പൊത്തിക്കളി, എന്നെ പിടിക്കുക എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹത്തിനെ പിടിക്കണമെങ്കിൽ ഈ ഒറ്റ വഴിയുള്ളൂ. അദ്ദേഹം ഉള്ളിടത്തേക്ക് പോവുക, അങ്ങോട്ട് നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുക, പിന്നെ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുക. ബസ് ക്ഷണം കൊണ്ട് കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത്. ക്ഷണനേരം കൊണ്ട് ഒരു വിളമ്പും ഉണ്ടാവില്ല. അപ്പം പ്രത്യക്ഷപ്പെട്ടോളൂ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബോധ്യമായിക്കോളും. അതാണ് അറിവ്. ആ അറിവാണ് അറിവ്. മനസ്സിലായി? അപ്പം നാളത്തെ നാമം നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.